നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ സീറോ മലബാർ സഭ. പ്രശ്നപരിഹാരം നീളുന്നതിൽ നിരാശയുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാകാം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി മുനമ്പത്തെ ജനങ്ങൾ പ്രതികരിച്ചതെന്നും സീറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. BJPയും RSSും മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് UDFും LDFും ആരോപിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയാലും മുനമ്പത്തുകാർ നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് സീറോ മലബാർ സഭ. പരിഹാരം നീളുന്നതിൽ സഭയ്ക്ക് നിരാശയുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതാകാം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി പ്രതികരണമുണ്ടാകാൻ കാരണമെന്നും സീറോ മലബാർ സഭ വക്താവ് ആന്റണി വടക്കേക്കര പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ആയുധമാക്കുകയാണ് UDFും LDFും. RSS BJP നാടകം പൊളിഞ്ഞെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. BJP ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുള്ള ക്രിസ്തീയ ജനവിഭാഗം, അങ്ങനെ ഒരു വിഭാഗത്തെ രൂപപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ വഖഫ് ബില്ല് തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസർ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് പള്ളിക്കാണുള്ളത് എന്നാണ്. കേന്ദ്ര സർക്കാരും BJPയും മുനമ്പത്തുകാരെ വഞ്ചിച്ചെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇപ്പോൾ പാസാക്കിയ നിയമത്തിന്റെ ഏതു വകുപ്പാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതെന്ന് BJP മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ആരാണ് അവർക്ക് ഉറപ്പ് നൽകിയത്? ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നിവാസികൾക്ക് സംരക്ഷണം കിട്ടുമെന്ന് അവരെ ധരിപ്പിച്ചത് BJP അല്ലേ? ഇപ്പോൾ പാസാക്കിയുള്ള നിയമത്തിലെ ഏത് വകുപ്പാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്? അത് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. മുനമ്പത്തുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു BJP എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ച് വേരുപിടിക്കാനായിരുന്നു BJP ശ്രമം. ഈ ആളുകളൊക്കെ പാലം കടക്കോളൂ നാരായണ, പാലം കടന്ന കൂരായണമെന്നോ അവർ നിയമം പാസ്സായി കഴിഞ്ഞു. ഇനി ഇവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ ആളുകളന്ന് തെറ്റിദ്ധരിപ്പിച്ചു. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടിയാണ് ഈ നിയമം എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് BJP ചെയ്തത്. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഇവിടെ തീർക്കാനുണ്ടായിരുന്ന ഒരു അവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഒരു കൂട്ടര് പറഞ്ഞു പറ്റിച്ചു, ഒരു കൂട്ടര് ചതിച്ചു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുനമ്പം സമരസമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 12 പേരെ കാണാൻ പ്രധാനമന്ത്രി അനുമതി നൽകിയതായി മുനമ്പം സമരസമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.